أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ആ ഒരു ആഴ്ചയിലെ ഇരുത്തങ്ങളിൽ നമ്മൾ സൂറത്ത് അഹ്സാബിലെ 4-5 ആയത്താണ് ഇന്ന് പാരായണം ചെയ്തത്. നമുക്കറിയാം സൂറത്തുൽ അഹ്സാബ് മദനീയയായ സൂറത്തുകളിലൊന്നാണ്. നമ്മളധികവും ഇപ്പോൾ കുറച്ച് കാലങ്ങളായി പള്ളിയിലിരുന്ന് നമ്മൾ പഠിച്ച അധിക സൂറത്തുകൾ മക്കിയയായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ അവതരിച്ച ആയത്തുകൾ. മക്കിയായ സൂറത്തുകളുടെയും മദനീയയായ സൂറത്തുകളുടെയും പ്രത്യേകതകളെ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ രീതിയിൽ നമ്മളൊന്ന് വിശദീകരിച്ചു പോയി. മദനീയയായ സൂറത്തുകളിൽ അള്ളാഹു കുറേ മര്യാദകളെ, ഹുക്കുമുകളെ, മതവിധികളെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കാണാം. മാത്രവുമല്ല മദനീയയായ സൂറത്തുകൾ അധികവും അഭിസംബോധന ചെയ്യുന്നത് മുഅ്മിനീങ്ങളുടെ കാര്യങ്ങളാണ്. മുഅ്മിനീങ്ങളെ നബി എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുക. യാ അയ്യുഹൻ നബിയു, നബിയെ എന്നൊക്കെയുള്ള വിളിയാളങ്ങളാണ് ഇതിൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ഓതിയ 2 ആയത്തുകളിൽ വളരെ ഗൗരവമേറിയ ഒരു വലിയ മര്യാദയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചില വിധിയെ റബ്ബ് ഓർമ്മിപ്പിക്കാൻ. ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ അള്ളാഹുവിൻ്റെ ചില കൽപ്പനകൾ കൊണ്ടാണ്. നബിയെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു അള്ളാഹിനെ സൂക്ഷിക്കണം, മുനാഫിക്കീങ്ങളെയും കാഫിരീങ്ങളെയും അനുസരിക്കരുത്, അള്ളാഹു അങ്ങേയറ്റം അറിയുന്നവനാണ്, ഹക്കീമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് 1-ാമത്തെ ആയത്ത്. എന്നിട്ട് നബിനോട് പറഞ്ഞു അള്ളാഹു എന്താണോ അവതരിപ്പിച്ചത് അതിനെ മുറുകെ പിടിക്കണം എന്നാണ്. അപ്പോൾ ഈ ആയത്തുകൾ മുഴുവൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുഴുവൻ മുറുകെ പിടിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. കാരണം മുസ്ലിമീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുനബിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴനുമായും അനുധാവനം ചെയ്യുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ മാനിക്കേണ്ടവരും പിൻപറ്റേണ്ടവരുമാണ്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ, അതിനുള്ള അറിവ് അള്ളാഹ് തരട്ടെ. ആ മേഖലയിൽ റബ്ബിനിങ്ങനെ പിൻപറ്റുമ്പോൾ ചിലപ്പോൾ കുറേ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, കഷ്ടപ്പാടും പ്രതിസന്ധികളുണ്ടാവും. കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നാണ്. അപ്പോൾ തവക്കൽ അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ഒരു ശാന്തിയും അള്ളാഹ് നമുക്ക് നൽകും. പഠിച്ച റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. അള്ളാഹു ഏറ്റവും നന്നായിട്ട് നമുക്ക് ഭരമേൽപ്പിക്കാൻ പറ്റിയ ആൾ ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. വഖഫാ ബില്ലാഹി വക്കീല. അതായിരുന്നു ഈ സൂറത്തിൻ്റെ ഒരു ആമുഖമായി അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ ഒരു തുടക്കമായി നമ്മൾ ഓതിയതും നമ്മൾ മനസ്സിലാക്കിയതും. ഇനി റബ്ബ് പറയാണ്, ഇനി അള്ളാഹിൻ്റെ ചില തീരുമാനങ്ങളാണ്, റബ്ബ് എടുത്ത ചില വിധികളാണ്. മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫി ജൗഫി. ഒരു മതവിധിയെ അല്ലെങ്കിൽ അള്ളാഹു ഒരു മര്യാദയെ പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് അവിടെ നമ്മളെ മനസ്സിലത് സ്വാധീനിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയും പലപ്പോഴും. ഇവിടെ റബ്ബ് ഒരു കാര്യം പറയാണ്, മാ ജഅല അള്ളാഹു ആക്കിയിട്ടില്ല ലിറജുലിൻ ഒരു മനുഷ്യന് മിൻ ഖൽബൈനി ഫി ജൗഫി, അവൻ്റെ ഉള്ളിൽ 2 ഹൃദയങ്ങൾ അള്ളാഹ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അല്ല, ഏതൊരു ENT നമ്മൾ പോയി കാണിച്ചു കഴിഞ്ഞാൽ, ഏത് ഡോക്ടറെ കാണിച്ചാൽ എല്ലാവരും നെഞ്ചിൽ എത്ര ഹൃദയമുള്ളൂ? ഒറ്റ ഹൃദയമുള്ളൂ. ഒരു ഹൃദയം, എല്ലാവർക്കും ഒരു ഹൃദയം അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. ഒരു മനസ്സ്, ചിന്തിക്കാനുള്ള കഴിവ്, അത് ഒറ്റ രൂപത്തിൽ അള്ളാഹ് ആ ഒരു അവയവം അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ എന്നാണ്. 2 കൽബാർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അത് അള്ളാഹ് പറയാനുള്ള കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം 2 കാര്യത്തെപ്പറ്റി ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഒരു നേരം ഒരു കാര്യത്തെ ചിന്തിക്കാനേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കഴിയുള്ളൂ. മാത്രമല്ല ഒരു സമയത്ത് ഒരു തീരുമാനത്തിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ. 2 തീരുമാനത്തിൽ ഒരു സമയത്ത് നിലനിൽക്കാൻ കഴിയില്ല.
മനുഷ്യൻ്റെ പ്രകൃതി, മനുഷ്യനെ അള്ളാഹ് പഠിച്ചത് അതാണ്. ഇവിടെ റബ്ബ് ഇത് പറയാൻ ഒരു വലിയൊരു ആശയത്തെ പഠിപ്പിച്ച് തരുന്നതിന് മുമ്പാണ് അള്ളാഹ് സൂചിപ്പിക്കുന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ ഖൽബൈൻ, അള്ളാഹു ഒരു മനുഷ്യനും 2 ഹൃദയം കൊടുത്തിട്ടില്ല, ഒറ്റ ഹൃദയമുള്ളൂ. ആ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്നാണ് വാക്കർത്ഥമെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറയാം. ഇപ്പോൾ ഇതൊരു സ്ത്രീ, അപ്പോൾ ഇതിനർത്ഥം ഒരു സ്ത്രീക്ക് 2 ഉണ്ട് എന്നാണോ? അല്ല. റജുൽ എന്ന് പറയുമ്പോൾ അത് ആമും, അത് നല്ല ചോദ്യമാണല്ലേ. അത് ആമായിട്ടും ഖാസായിട്ട് ഉപയോഗിക്കും. ചില സമയത്ത് സന്ദർഭത്തിൽ ചിലപ്പോൾ പുരുഷന് മാത്രമായിരിക്കും. റിജാൽ ഖവ്വാമൂന അല നിസാ, അതിൻ്റെ ഓപ്പോസിറ്റ് നിസാനോട് റബ്ബ് എടുത്ത് പറയും. അവിടെ റിജാൽ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു പുരുഷൻ മാത്രമല്ല, ഒരു മനുഷ്യൻ, ഏതൊരു വ്യക്തിക്കും മർ എന്ന് ഉപയോഗിക്കും ചില സമയത്ത്. റജുൽ എന്നുപോലെ തന്നെ മർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോനസായിട്ട് പലപ്പോഴും മർഅത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട് സ്ത്രീക്ക്. പക്ഷെ മർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു മനുഷ്യനെന്ന്. അതേപോലെ തന്നെ ഇവിടെ റജുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നർത്ഥം പറയാം. ആ വ്യക്തിയാകുമ്പോൾ അത് ആണാകാം പെണ്ണാവാം. ഒരു മനുഷ്യ കുഞ്ഞാണോ, ആ മനുഷ്യ കുഞ്ഞിന് അള്ളാഹു 2 ഹൃദയം ചെയ്തിട്ടില്ല, കൊടുത്തിട്ട് ഒറ്റ ഹൃദയം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര റബ്ബിൻ്റെ ആ സംസാരിച്ച് പോണത് തന്നെ രസം. കാരണം ഒരു വിധിയെ, ഒരു അള്ളാഹുവിൻ്റെ ഒരു മര്യാദ റബ്ബ് പറഞ്ഞു തരാൻ നമ്മൾ ആദ്യം ആലോചിക്കണം കേട്ടോ. ഒരാൾക്കൊന്നും ചെയ്തിട്ടില്ല, അല്ല 2 കൊടുത്തിട്ടില്ല. ഫി ജൗഫിഹി എന്ന് പറഞ്ഞാൽ, ജൗഫ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ്. ജൗഫ് നമ്മൾ ജുവഫ് നഗരം, ഉള്ള്, പുറന്നുള്ളതിന് നമ്മൾ ലാഹിർ എന്നറിയും അല്ലേ. അതായത് ഉൾഭാഗമാണ്. ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ കൂടുകളിൽ അള്ളാഹു എല്ലാവർക്കും ഒറ്റ ഹൃദയം കൊടുത്തിട്ടുള്ളൂ. ചിന്തിക്കൽ ഏതുകൊണ്ടാ, ബുദ്ധി കൊണ്ടാ, മനസ്സുകൊണ്ടാ, നമ്മൾ ഇന്ന് യുക്തിവാദികൾക്കിടയിൽ അധികം ചർച്ച നടക്കുന്ന സാധനമാണ്. പക്ഷേ അല്ലേ, അപ്പോൾ ശസ്ത്രക്രിയ നടത്തി മാറ്റിക്കഴിഞ്ഞാൽ അയാളെ ചിന്ത പഴയ ആളുടെ ചിന്തയാണോ? അതാണ്. അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, അള്ളാഹുവിൻ്റെ കൈകളിലാണ്. മനുഷ്യനരെ അതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ മനസ്സ്, അതേപോലെ തന്നെ ചിന്താശേഷി എന്നുള്ള സംഗതിയെ സംബന്ധിച്ചൊക്കെ അള്ളാഹ് പറഞ്ഞു കൊടുത്ത് കൽബ് എന്ന വാക്കിനാണ് ഉപയോഗിച്ചത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഫിഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഗ്രാഹ്യശക്തി, നമ്മൾ ഒരു കാര്യത്തെ ഗ്രഹിക്കുകയും ഒരു കാര്യത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഹൃദയം കൊണ്ടാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ അവയവമെങ്ങാനും ശരിയായാൽ അവൻ്റെ ശരീരം മുഴുവൻ ശരിയായി. ആ അവയവം കേടെന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ കേടെന്നു. അപ്പോൾ റസൂൽ ചോദിക്കുക, അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് ഖൽബാണ്, അത് ഹൃദയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് കെട്ടവൻ്റെ ഹൃദയം കൊണ്ടുപോയി ഇവിടെ ഫിറ്റ് ചെയ്താൽ അയാൾ കേടുവന്നു എന്ന് അർത്ഥം പറയാൻ പറ്റില്ല. ഒരാളുടെ ചിന്താശേഷി, ആലോചനയെയും ചിന്തകളെയും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് അള്ളാഹു തന്ന ഹൃദയമാണ്, മനസ്സാണ് എന്നാണ്. അപ്പോൾ ആ മനസ്സിനെ സംബന്ധിച്ച് റബ്ബിൻ്റെ അവിടെ അള്ളാഹു ഉപയോഗിച്ച ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട് അല്ലേ. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സമൂഹത്തിനെ സംബന്ധിച്ച്, കുഫാറുകളെ സംബന്ധിച്ച് റബ്ബിൻ്റെ സംസാരം. പക്ഷെ അവർക്ക് എന്തെല്ലാം ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അവരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് കാണാം, സത്യവിശ്വാസിയുടെ ഹൃദയം പക്ഷികളുടെ ഹൃദയം പോലെയാണ്. അഫ്ഇദത്തു ത്വയ്ർ, അവിടെ ഫുആദ് എന്ന വാക്ക് ഉപയോഗിച്ചു, മനസ്സ്. ഫുആദ് എന്ന സാധനം തന്നെയാണ് കൽബ് എന്നാണ് ഭൂരിഭാഗം ഭാഷാ പണ്ഡിതന്മാരും ചെയ്യുന്നത്, അവിടെ സമർത്ഥിക്കുന്നത്. പക്ഷേ ഇന്ന് യുക്തിവാദികൾ പലപ്പോഴും ഇതിനെടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വികലമായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ ഖുർആനിക നസ്സും പ്രവാചകൻ്റെ ഹദീസുകളും നോക്കുമ്പോൾ ഒരാൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൻ്റെ ഹൃദയം കൊണ്ടാണ്. അതാണ് ഹൃദയം തുറന്ന് കേൾക്കണം എന്നറിയില്ലേ, ഹൃദയം തുറന്ന് പറയണം എന്നറിയില്ലേ എന്ന് കരുതി പറയാമെന്നറിയുമ്പോൾ അതിന് ചുണ്ടുണ്ടായിട്ട് ആ ഹൃദയത്തിന് അല്ല, അതിൻ്റെ കൈഫിയത്തും ബാക്കി കാര്യങ്ങൾ അള്ളാഹു അലബക്ക് അറിയില്ല. പക്ഷേ ഹൃദയം എന്ത് ചെയ്യണം, ആ ഹൃദയം അള്ളാഹു ഒരാൾക്ക് നമ്മളിൽ അയാൾ ഹൃദയമില്ലാത്തവനാ എന്ന് പറയും. കരുണയില്ലാത്തവനെ കാണുമ്പോൾ അയാൾ ഹൃദയമില്ലാത്തവനാ. ഹൃദയമില്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഈ മിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്തു, മയ്യത്താണ്, നിർജീവമാണ്. അപ്പോൾ ഹൃദയമില്ലാത്തവൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒരാളുടെ കാരുണ്യമില്ലാത്തവൻ, ദയയില്ലാത്തവൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ റബ്ബുടെ മനസ്സ് എന്നാണ് അതിനെന്ത് ചെയ്തത്, ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വാക്കർത്ഥം നമ്മൾ പറയുമ്പോൾ ഹൃദയം, 2 ഹൃദയം. കൽബൈൻ എന്ന് പറഞ്ഞാൽ കൽബ്, കൽബൈൻ 2 ഹൃദയം. അതിൻ്റെ ജം എന്താണ്, കുലൂബ്. അതിൻ്റെ ജം കുലൂബ്. ഒരാളുടെ ഉള്ളിൽ 2 ഹൃദയങ്ങൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടില്ല, അള്ളാഹു വെച്ചിട്ടില്ല. എല്ലാവർക്കും ഒറ്റ തന്നിട്ടുള്ളൂ. അഥവാ ഒരേ സമയത്ത് ഒരു പണിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചിട്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇമാം ദഹബി അല്ല, ഇമാം മറ്റേ ദാറുഖുത്തിനിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. ഇമാം ദാറുഖുത്തിനെ ഉസ്താദ് ഇങ്ങനെ എടുത്തു കൊടുക്കണതിൻ്റെ ഇടയിൽ പലപ്പോഴും ദാറുഖുത്തിന് താഴെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അധികവും എന്തിലാണ്, ഉസ്താദ് പറയുന്ന കാര്യങ്ങളിലാണ്. അങ്ങേയറ്റത്തെ പനപ്പാട് കഴിവുണ്ടായിരുന്നു ഇമാം ദാറുഖുത്തിനിക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സമയത്ത് ഉസ്താദ് ചോദിച്ച സമയത്ത്, നിനക്കെന്താ അവിടെ പണി എന്ന് പിടിച്ച സമയത്ത് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ദാറുഖത്തിനോട് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഹദീസുകൾ പറ 10ഓളം ഹദീസുകൾ ആ സമയത്ത് അതേ രൂപത്തിൽ മനഃപ്പാടമാക്കി എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷെ എന്ന് കരുതി അതൊക്കെ 2 കോൺസെൻട്രേഷൻ അല്ലേ, അത് പലപ്പോഴും ഒരേ സമയത്ത് ഒന്നിലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അതിനെ നിർത്തി മറ്റൊന്നിലേക്ക് മാറാം. അതിൽ ഒരാളുടെ വേഗതയും അയാളുടെ സ്കിൽഡും അയാളുടെ കഴിവുമാണ് മഹാറത്താൻ. പക്ഷേ റബ്ബോടെ പറയുന്നത് ഒരാൾക്ക് ഒരേ സമയത്ത് ഒറ്റ ആലോചനയും ഒറ്റ ചിന്തയും ഒറ്റ തീരുമാനവും ഒറ്റ നിലപാടെടുക്കാനേ കഴിയുള്ളൂ. പിന്നെ ആ സമയം മാറണം, അടുത്ത തീരുമാനം വരാൻ അല്ലെങ്കിൽ അടുത്ത ചിന്ത വരാൻ. അത് ഒറ്റ ഹൃദയം ഉള്ളതുകൊണ്ടാണ്. ഇനി റബ്ബ് പറയാം, ഇനി അവിടെ നമുക്ക് പലപ്പോഴും ഒരേ സമയത്ത് ഒരു കാര്യത്തെ പറ്റുള്ളൂ, 2 കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, 2 തുണിയിൽ കാലിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ റബ്ബോടെ സൂചിപ്പിച്ചു. അത് പറയാനുള്ളൊരു മുഖദ്ദിമയാണ് ഈ പറഞ്ഞ വരി. ഒരാൾക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, 2 ഹൃദയം കൊടുത്തിട്ടില്ല. റബ്ബ് പറയണേ, വമാ ജഅല അസ്വാജകുമുല്ലായി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും. അള്ളാഹു നിങ്ങളുടെ അസ്വാജുകളാക്കിയിട്ടില്ല. എന്താ അസ്വാജ്? സൗജുൻ ജംആണ് അസ്വാജ്, അല്ലെങ്കിൽ സൗജത്ത് അല്ലേ, അസ്വാജ് ഇണകൾ എന്നർത്ഥം, പെയേഴ്സ് അല്ലേ, ഇണകൾ, നിങ്ങളുടെ ഇണകൾ. ഇവിടെ അധികവും സൗജത്തിൻ്റെ ജംആയിട്ടാണ് അസ്വാജ് ഉപയോഗിച്ചത്, ഭാര്യമാർ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അല്ലേ, മാ ജഅല അസ്വാജുക്കും, അള്ളാഹു നിങ്ങളുടെ ഇണകളെ ആക്കിയിട്ടില്ല. അല്ല ഈ തുളാഹിറൂന, അല്ല എങ്ങനെയുള്ള ഇണകൾ, നിങ്ങൾ അവരെ ലിഹാർ ചെയ്യുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമാണ് ഭാര്യമാരെ എന്ത് ചെയ്യും, ചില സമയത്ത് അവർ ലിഹാർ ചെയ്യുക ഒരു വിവാഹമോചന ടേമാണ്, ഒരു വിവാഹമോചന പ്രക്രിയയാണ്. അഥവാ ഒരു ഭാര്യനോട് ഭാര്യനെ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ ഭാര്യനോട് വെറുപ്പ് പറയുമ്പോൾ അന്തി കല്ലഹരി ഉമ്മി അന്തി കല്ലഹരി ലി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്, അഥവാ നീ എനിക്ക് ഉമ്മാനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ വാക്കോടുകൂടി അവരുടെ വൈവാഹിക ബന്ധം നിലച്ചു എന്നാണ് ജാഹിലിയൻ കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം. അറബികൾ ആ രീതിയിലാണ് കൊണ്ടുവന്നത്. ലിഹാറിനെ സംബന്ധിച്ച് സൂറത്ത് മുജാദിലയിൽ അള്ളാഹ് സവിസ്തരം പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് എന്താവില്ല, അവരുമ്മമാരാവൂല അല്ലേ. അഞ്ഞ് അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു, അയാൾ എന്ത് ചെയ്യണം, അതിന് പ്രായശ്ചിത്തം ചെയ്ത് ആ ഭാര്യനെ തന്നെ എന്ത് ചെയ്യുക, സ്വീകരിച്ചിട്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാമിക മര്യാദകൾ, ഇസ്ലാമിക നിയമം അതാണ്. അത് സൂറത്തുൽ മുജാദിലയിൽ അള്ളാഹ് പറഞ്ഞു പോകുന്നുണ്ട്, തുളാഹിറൂന എന്നുള്ള രീതിയിൽ. ഇവിടെ റബ്ബ് പറയും ലിഹാർ, നിന്റെ ലുഹർ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ അത് ലുഹർ, ഇത് ലൊഹർ. എന്താ ലൊഹർ എന്ന് പറഞ്ഞാൽ മുതുക് എന്നാണ്. നിന്റെ മുതുക് എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്, നിന്റെ പാർശ്വം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ പാർശ്വം പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാര്യമാരെ ആരാക്കി കണക്കാക്കും? ഒരേ സമയത്ത് ഭാര്യനെ ഉമ്മാനെ ആക്കാൻ പാടുണ്ടോ? ഭാര്യയാവുള്ളൂ. നിങ്ങൾ എത്ര ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാവുള്ളൂ? ഭാര്യയാവുള്ളൂ. അതാണ് അള്ളാഹ് 2 ഹൃദയം അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, ഒരു മനുഷ്യൻ കൊടുത്തിട്ടില്ല. ഒരേ സമയത്ത് ഒരേ തീരുമാനത്തിലേ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന നിങ്ങളുടെ ഇണകൾ ഒരിക്കലും നിങ്ങൾക്ക് ആരല്ല, മിൻഹുന്ന ഉമ്മഹാത്തിക്കും, അവരെ നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ട് അള്ളാഹ് മാറ്റിയിട്ടില്ല. അവർ നിങ്ങൾക്ക് ആരാണ്? നിങ്ങളുടെ സൗജത്താണ്, നിങ്ങളുടെ ഇണകളാണ്, നിങ്ങളുടെ ഭാര്യമാരാണ്. നിങ്ങൾ ലിഹാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുത്തിട്ട് നിങ്ങൾ അതിന് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം. പക്ഷെ ഒരിക്കലും ആ ബന്ധം എന്താവില്ല, മുറിഞ്ഞു പോകൂല. ആ ബന്ധം നിലനിൽക്കുന്നതാണ്. ഭാര്യയായുള്ള ബന്ധം തന്നെ അത് നിലനിൽക്കും. ഒരിക്കലും ഉമ്മ ആവാൻ പറ്റൂല. അല്ലെ, ഉമ്മമാർക്ക് കൊടുക്കേണ്ട പരിഗണന പിന്നെ ഇവർക്ക് കൊടുക്കാൻ, ഉമ്മമാർക്ക് ഉണ്ടാകുന്ന അവകാശം ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം ഇവരാരാൻ? ഭാര്യയാണ്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അനന്തര സ്വത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടി വരും അല്ലേ? അനന്തര സ്വത്ത് പലപ്പോഴും ഭാര്യ എടുക്കുമ്പോൾ ഉമ്മക്ക് 1/6 ഭാര്യയ്ക്ക് എന്താണ്, മക്കളില്ലെങ്കിൽ 4/1, മക്കളുണ്ടായാൽ 8/1, അങ്ങനെ പറഞ്ഞു പോണത്. അപ്പോൾ പലപ്പോഴും ഈ അറേബ്യൻ അന്നത്തെ സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഇതിനങ്ങനെ പരിഗണിച്ച് അനന്തര സ്വത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു പ്രയോഗങ്ങൾ നടത്തി വരാറുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അടുത്ത കാര്യം, വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും, നിങ്ങളുടെ അദ്ഇയാഉകളെ അവൻ നിങ്ങളുടെ അബ്നാഉകളുമാക്കിയിട്ടില്ല. എന്താ അദ്ഇയ? ദഈ എന്ന ഇസ്മിൻ്റെ ജംആണെന്ത്? അദ്ഇയ. ദഈ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുപുത്രൻ, ദത്തുപുത്രൻ എന്നറിയില്ലേ അല്ലേ? സ്വന്തം ബീജത്തിലുണ്ടായ കുട്ടിയല്ല, പക്ഷേ വേറൊരാളുടെ കുട്ടികൾ നമ്മൾ വളർത്തി കൊണ്ടുവന്ന് അഡോപ്റ്റ് ചെയ്ത കുട്ടികൾ, അവർക്കാണ് അദ്ഇയ എന്ന് പറയാം. അപ്പോൾ ദത്തുപുത്രന്മാർ അവർ നിങ്ങൾക്ക് ആരുമല്ല, സ്വന്തം പുത്രന്മാരുമല്ല, സ്വന്തം മക്കളാവില്ല. ഒറ്റ വളർത്താം, പക്ഷെ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന അനന്തര സ്വത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ദത്തുപുത്രൻക്ക് കൊടുക്കാൻ പറ്റൂല. ദത്തുപുത്രൻ്റെ സ്ഥാനവും അല്ലെ ആ ഒരു രീതിയിലും കണക്കാക്കണം. ഒരിക്കലും സ്വന്തം മക്കളുടെ സ്വന്തം ചോരയിൽ പിറന്ന മക്കൾക്ക് തുല്യം അവരാകൂല. അപ്പോൾ ഒരേ ടൈമിൽ 2 കൊടുക്കുക, ഒരു വിധിയെ പറ്റുള്ളൂ എന്ന് പറയാനാണ് അല്ല എന്ത് ചെയ്തത്, ആദ്യം ഒരാളുടെ ഉള്ളിൽ 2 ഹൃദയങ്ങളുള്ളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അദ്ഇയ എന്നുള്ളത് ദഈ എന്ന വേർഡിൻ്റെ
അതാണ് ഈ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ദത്തുപുത്രൻ ഒരിക്കലും എന്താവില്ല, സ്വന്തം പുത്രനാവില്ല. ഇപ്പം ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടതാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ, ഖുർആനിൽ ഒരു സ്വഹാബിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് സെയ്ദാൻ. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് കുറേ കാലം മുന്നേ, അഥവാ ജാഹിലിയൻ കാലഘട്ടത്തിലൊരു യുദ്ധത്തിൽ ഈ ഖുറൈശികൾക്ക് ചിറ കിട്ടിയ തടവ് പുള്ളിയായിട്ട് കിട്ടിയ ആളാണ് ആര്? സെയ്ദിൻ്റെ ഉപ്പ ഹാരിസ. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു, അവരെ മകനും എന്ത് ചെയ്തു, ഈ കൂട്ട് ഖദീജ റളിയല്ലാഹു അൻഹക്ക് എന്ത് ചെയ്തു, ആ കുടുംബത്തിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഈ കുട്ടിനെ കിട്ടും, സെയ്ദിനെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹശേഷം ഖദീജ റളിയല്ലാഹു അൻഹ സെയ്ദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു, സമ്മാനമായിട്ട് കൊടുത്തു, ഒരു ഹദിയായിട്ട് കൊടുക്കുകയാണ്. കാരണം ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാൻ അടിമകളായിട്ടാണ് കൊണ്ടുനടന്നിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഖദീജ ബിയുടെ ഗിഫ്റ്റാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദിന് റസൂലുള്ളാഹിനോട് ഭയങ്കര സ്നേഹമാണ്. ചെറുപ്പം മുതലേ നബിയോടൊപ്പം കളിച്ചും വളർന്നു വന്ന സെയ്ദ്. ഒരിക്കൽ സെയ്ദിൻ്റെ ഉപ്പ ഹാരിസയും മറ്റു ബന്ധുക്കളൊക്കെ എന്ത് ചെയ്തു, സെയ്ദിനെ നബിക്ക് കിട്ടിയപ്പോൾ, മുഹമ്മദിന് കിട്ടിയപ്പോൾ പിന്നെ നബിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും, മകനെ തിരിച്ചു കിട്ടുമല്ലോ, അങ്ങേയറ്റം ദയയും ദാക്ഷിണ്യവുമുള്ളവനാണല്ലോ റസൂലുള്ളാഹ്, നല്ല സൽസ്വഭാവിയാണല്ലോ, അതുകൊണ്ട് നബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടുമെന്ന് കരുതി എന്ത് ചെയ്തു, അവർ നബിയെ വന്ന് ചോദിക്കാൻ സെയ്ദിനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സെയ്ദിനോട് ചോദിക്കാം, സെയ്ദ് എന്താണോ തീരുമാനം എടുക്കുന്നത് അതുപോലെ ചെയ്യാമെന്നാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, സെയ്ദ് പറഞ്ഞത് എന്താ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ കൊണ്ടെങ്കിൽ നബിയുടെ കൂടെ ജീവിച്ചാൽ മതി, നബിയുടെ സ്വഭാവവും നബിയുടെ പെരുമാറ്റവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടൊപ്പം ജീവിക്കാൻ ആര് തീരുമാനിച്ചു? സെയ്ദ് ബിൻ ഹാരിസ തീരുമാനിച്ചു. അതുമുതൽ പലപ്പോഴും ആളുകൾ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. സെയ്ദിബിൻ്റെ പക്ഷേ ഈ ഒരു ആയത്തിറങ്ങിയതോടുകൂടി എന്ത് ചെയ്തു, വേണ്ട, നിങ്ങളുടെ ദത്തുപുത്രന്മാർ ഒരിക്കലും നിങ്ങൾക്ക് ആരല്ല, സ്വന്തം പുത്രനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമക്കളില്ല, അള്ളാഹിൻ്റെ സംസാരമാണ്. ആമക്കളൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു, മരണപ്പെട്ടു പോകാൻ. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസയെ പിന്നീട് എന്ത് ചെയ്തു, ആളുകൾ പലപ്പോഴും സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചുവെങ്കിലും ഈ ആയത്തിറങ്ങിയതിന് ശേഷം സെയ്ദ് ബിൻ ഹാരിസ എന്നാണ് അവർ വിളിച്ചിരുന്നത്. കാരണം ദത്തുപുത്രൻ ഒരിക്കലും സ്വന്തം പുത്രൻ്റെ സ്ഥാനം, സ്വന്തം പുത്രൻ്റെ നിയമം, അതുപോലെ തന്നെ സ്വന്തം പുത്രന് നൽകുന്ന അവകാശം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അത് അനീതിയാണ്, അല്ലേ? അത് നീതികേടുമാണ്. അത് റസൂലുള്ളാഹി ആ ഒരു മര്യാദ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരാൻ. അത് ഇയാക്കും അബ്നാഅക്കും. പിന്നീട് ഇങ്ങനെ കാണാം, സെയ്ദിൻ്റെ ഭാര്യയെ, അല്ലേ, സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ശരിക്ക് സൈനബ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ, അല്ലേ, ഭാര്യമാരിൽ ഒരാൾ സൈനബ്. ആ സൈനബ് റളിയല്ലാഹു അൻഹ സെയ്ദ് തലാക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, സൈനബിനെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചു. അള്ളാഹിൻ്റെ കൽപ്പനയാണ്. പലപ്പോഴും വാഹനലോകത്തുള്ള അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവർ ഫഖർ പറയാറുണ്ട്. വാഹനലോകത്ത് വെച്ച് അള്ളാഹു വിവാഹം ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹിൻ്റെ കൽപ്പനയാണെന്ന് അർത്ഥം. അപ്പോൾ പലപ്പോഴും മക്കാരെന്ത് ചെയ്യാറ്, നബിനെ കുറ്റപ്പെടുത്തും. ആൾക്കാർ മുഴുവൻ പറയും സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും പറയും. എന്നിട്ട് ഇതാ മുഹമ്മദ് സ്വന്തം മോൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ആയത്തിറങ്ങിയതോടുകൂടി അവരുടെ സംസാരങ്ങൾക്ക് എന്തില്ല, അർത്ഥമില്ല. കാരണം ഒരിക്കലും ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയല്ല, വ്യത്യാസമുണ്ട് എന്ന് പറയാൻ എന്ത് ചെയ്തു അള്ളാഹ് അവിടെ സൂചിപ്പിച്ചു. ആ ഒരു സംഭവങ്ങളിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരണം അവിടെ കുറച്ചു. ഏതായാലും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾ ചോദിച്ചുകൊണ്ട് നന്നായി, അതുകൊണ്ട് വിശദീകരിച്ചാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഏതായാലും ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം ആ വിഷയത്തിൽ, കാരണം ഇനിയും ആയത്തുകളിൽ ആ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വമാ ജഅലല്ലാഹു അസ്വാജകും ഉല്ലാഇ, അല്ലാഇ എന്ന് പറഞ്ഞ സാധനം എന്താ, അല്ലാത്തി എന്ന് ഉപയോഗിക്കും. അതായത് അല്ലദീന നമ്മൾ പറയില്ലേ, അല്ലദി, അല്ലദാനി, അല്ലദീന, ഒരു കൂട്ടരുടെ വിഷയം, എങ്ങനെയുള്ളവർ, ഒരു കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇസ്മാണ്. അതായത് വിശ്വാസികൾ, എങ്ങനെയുള്ള വിശ്വാസികൾ എന്ന് പറയുന്നു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇവിടെ നിങ്ങളുടെ ഇണകൾ, എങ്ങനെയുള്ള ഇണകൾ, നിങ്ങൾ ലിഹാർ ചെയ്യുന്നത്. ലിഹാർ അതൊരു കല്യാണ ബന്ധം ഒഴിവാക്കാനുള്ള ഒരു രീതിയായിട്ട് അവർ കൊണ്ടുനടക്കണം. ലിഹാർ, എൻ്റെ ഉമ്മാൻ്റെ മുതുക് പോലെ ലുഹർ പോലെയാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ഒരിക്കലും, ഇണകൾ ഒരിക്കലും നിങ്ങളുടെ ഉമ്മമാർ ആവൂല, അവർ നിങ്ങളുടെ ഭാര്യമാർ തന്നെയാണ് അള്ളാഹ് പറയാൻ. അതേപോലെ തന്നെ നിങ്ങളുടെ ദത്തുപുത്രന്മാർ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ഇബ്നുൻ ജം ആണ് അബിന. ഇതായിരിക്കും നിങ്ങളങ്ങനെ പറഞ്ഞ് നടക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പറയണേ, എൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞ് നടക്കുക,
ദത്തുപുത്രൻ എൻ്റെ മോനാൻ എന്ന് പറഞ്ഞോ? ദാലിക്കും കൗലുക്കും ബി അഫ്വാഹിക്കും, അത് നിങ്ങളെ വായ കൊണ്ട് പറയുന്ന കേവലം ഒരു വാക്ക് മാത്രമാണ്. ദാലിക്കും അവ അല്ലേ, കൗലുക്കും നിങ്ങളുടെ കൗല്, എന്താ കൗല്? നിങ്ങളുടെ വേർഡ്സാണ്. എന്താ വേർഡ്സ്? ബി അഫ്വാഹിക്കും, അഫ്വാഹ് എന്ന് പറഞ്ഞാൽ ഫമ് എന്നുള്ളതിൻ്റെ ജം ആണ് അഫ്വാഹ്. ഫു എന്ന് ഉപയോഗിക്കും പലപ്പോഴും ഫമിന്, ഫമ് ഫ ഫു. അഫ്വാഹ് എന്ന് പറഞ്ഞാൽ വായകൾ. നിങ്ങളുടെ വായകൾ കൊണ്ട് നിങ്ങൾ പറയുന്ന കേവലം ഒരു വെറും വാക്കാണ്, ഒരു വെറും വാക്ക് മാത്രമാണ് അത്. അതിനെന്തില്ല നിയമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ എത്ര പറഞ്ഞാലും ഇതേ ആവുള്ളൂ എന്ന് അള്ളാൻ്റെ സംസാരം. റബ്ബ് പറയാം വല്ലാഹു യഖൂലുൽ ഹഖ്. നിങ്ങൾക്ക് വെറും വാക്ക് പലതും പറയാം, പക്ഷെ അള്ളാഹ്ക്ക് എന്തേ പറയാനുള്ളൂ? ഹക്കൻ. വല്ലാഹു യഖൂലുൽ ഹഖ്, നമ്മൾ വായിക്കുന്നത് അള്ളാൻ്റെ ഹക്കാൻ അല്ലേ? വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹു ഹക്കേ പറയുള്ളൂ, സത്യമേ പറയുള്ളൂ. വഹുവ യഹ്ദി അസ്സബീൽ, അവനാണ് സബീൽ, നല്ല മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നവനും, ഹിദായത്ത് നൽകുക അല്ലേ? സബീൽ എന്ന് പറഞ്ഞാൽ സബീൽ അല്ലേ, നല്ല പൈപ്പും കമ്പിനൊക്കെ പേര് കാണാം, സബീൽ. സബീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പാത്ത് അല്ലേ, പാത്ത് വേ എന്നുള്ള ആൾക്ക് ഉപയോഗിക്കാറുണ്ട്, നല്ല വഴി എന്നാണ്. അപ്പോൾ സബീൽ അല്ലേ, സബീല എന്ന് പേര്. നേരെ സ്വർഗത്തിലെ ഒരു അരുവിയുടെ പേരാണ് സൽസബീൽ അല്ലേ, സൽസബീൽ. ഒരു സൂറത്തിൽ അല്ല സൂറത്ത് ഹാക്കൻ്റെ അവസാനത്തിൽ അല്ല ഉപയോഗിച്ച ഒരു വാക്കാണ് സൽസബീൽ. ഐനം ഫിഹ തുസമ്മ സൽസബീല, അവിടെ ഒരു തോടുണ്ട്, ആ തോടിൻ്റെ പേര് സൽസബീൽ എന്നാണ്. അള്ളാഹു അതിൽ നിന്ന് നുകരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ ആയത്ത് ക്ലിയർ അല്ലേ? ഒരാൾക്കുടെ ഉള്ളിൽ അല്ല രണ്ട് കൽബ് കൊടുത്തിട്ടില്ല. മാത്രവുമല്ല നിങ്ങളുടെ ഇടകൾ ഒരിക്കലും നിങ്ങൾക്ക് ലിഹാറിലൂടെയുള്ള ഭാര്യമാരാവുക ഉമ്മമാരാവുകയുമില്ല. നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങൾക്ക് സ്വന്തം മക്കളാവുകയുമില്ല. അല്ല അങ്ങനെ ആക്കിയിട്ടില്ല. ഞങ്ങൾ പറയണമെങ്കിൽ കേവലം നിങ്ങളുടെ വെറും വാക്ക് മാത്രമാണ്, വായോണ്ട് പറയുന്ന വെറും തൊള്ളബടായി എന്നറിയില്ലേ, അതാണ്. ദാലിക്കും കൗലുക്കും ബിഅഫ്വാഹിക്കും. അല്ല പറഞ്ഞ് കറക്റ്റ് ആയതാണ്. വല്ലാഹു യഖൂലുൽ ഹഖ് വഹുവ യഹ്ദി അസ്സബീൽ, അള്ളാഹു ഹക്ക് പറയുന്നു, അവൻ സബീലിലേക്ക് നമ്മളെ നയിക്കുന്നു. ഉദ്ഊഹും, നിങ്ങൾ വിളിക്കുക, ലി ആബാഇഹിം, അവരെ നിങ്ങളുടെ മക്കൾ. ഇപ്പോൾ അങ്ങനെ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നിങ്ങൾ ആരെ പേര് ചേർത്ത് വിളിക്കണം? ലി ആബാഇഹിം, അവരുടെ ഒപ്പന്മാരെ പേര് ചേർത്ത് വിളിക്കണം. ഒരിക്കലും സെയ്ദ് ബിനും മുഹമ്മദ് എന്നെന്ത് ചെയ്യാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. സെയ്ദ് ബിൻ ഹാരിസ, കാരണം ഹാരിസയാണ് സ്വന്തം ആ ഹാരിസയുടെ ചോരയാണ് ആര്? സെയ്ദ്. യഥാർത്ഥ ഒപ്പയിലേക്ക് വിളിക്കണം ആരായാലും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, എന്താണ്, നമ്മളൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അറബികളുടെ ഒരു പ്രത്യേകത എന്താ? വാപ്പമാരിലേക്കാണ് പറഞ്ഞു പോകും, ഇല്ല അജിദാദികളിലേക്ക് അവർ പറഞ്ഞു പോകും. പണ്ട് മുതലേ അറബികൾ ശീലിച്ചതും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും പരമ്പര നോക്കുമ്പോൾ എവിടേക്ക് എത്തുക? വലിയ ഹാഷിം കുടുംബത്തിലേക്കാണ് എത്തുക അല്ലേ? അവിടെ ഹാഷിമുണ്ട്, അവിടെ ഒരുപാട് കഅബുണ്ട്, മുറുണ്ട്, ഇങ്ങനെ ഒരുപാട് നബിയുടെ പിതാമഹാന്മാരെ കാണാം. അതാണ് ഒരു വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട്. ഭർത്താവിൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല. ഒരു പണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരാരെ പേര് ഉപയോഗിക്കണം? സ്വന്തം ഉപ്പയുടെ പേര് ഉപയോഗിക്കും. പക്ഷേ അതിന് പലരും പല ന്യായങ്ങളും പറയും. കാരണം ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിവാഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ പെണ്ണിനെ പറ്റി അറിയില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ആണുങ്ങളെ പറ്റി അറിയുമ്പോഴല്ലേ അതിന് വെറും ന്യായീകരണങ്ങളാണ്. തീരും ചെയ്യും. അങ്ങനെ ഇടക്കിടക്ക് പേര് മാറ്റേണ്ട സ്ഥിതിയാവും. ഗസറ്ററിൽ ചെന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട രീതി വരും. നേരെ വാപ്പയിലേക്ക് ആരും പറഞ്ഞാൽ ഒരിക്കലും വാപ്പ മാറൂലല്ലോ. ഖദീജ ബിൻത്ത് ഖുവൈലിദ് മകൾ ഖദീജ, ആയിഷ ബിൻത്ത് അബൂബക്കർ എന്നൊക്കെയാണ് എന്ത് ചെയ്തത്. നമുക്ക് പൂർവികന്മാരായ സലഫ് സ്വാലിഹീങ്ങളുടെ പേരുകൾ നമുക്ക്. ആസിയ ബിൻത്ത് മുസാഹിം അല്ലെ, ആസിയ ബിൻത്ത് മുസാഹിം. ഒരിക്കലും ആസിയ ഫിറൗൻ എന്ത് ചെയ്തിട്ടില്ല, പറയാറില്ല. അതാണ് ഒരു രീതി. ഇവിടെ നമ്മുടെ രീതിയും അതാണ്. പക്ഷെ നമ്മൾക്ക് കാണാം, നമ്മുടെ നാട്ടിലൊക്കെ പേര് പറയുമ്പോൾ ഏതെങ്കിലും തൊടിയിലോ ഏതെങ്കിലും പറമ്പിലായിരിക്കും നമ്മൾ അഡ്രസ്സ്. അല്ല പൊട്ടം കണ്ടത്തിൽ, അല്ലെങ്കിൽ പേടിക കണ്ടി, അല്ലെങ്കിൽ എന്താണ് മരത്തിൻ്റെ ചുവട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല അല്ലേ പാസ്പോർട്ടിലൊക്കെ അധികം അങ്ങനെ ഉണ്ടാവുക. ആ ശൈലി വന്നതോടുന്ന ശരിക്കും ഒരു ഇസ്ലാമികമായ ചുറ്റുപാടിലാണ് നമ്മളെ പൂർവികന്മാർ വളർന്നു വന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയെ സ്വീകരിക്കേണ്ടത് ശരിക്കും ഇനിയിപ്പോൾ മാറ്റാൻ ആർക്കും സാധ്യതയുമില്ല. ശരിക്കും ഇന്ത്യൻ സാഹചര്യത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു തൊടിയോ ഏതെങ്കിലും പറമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടോ അല്ലെ, ഇന്ന വീട്ടിൽ, മേലെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ താഴെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുടെ പേര് പറയാം. ശരിക്കും യഥാർത്ഥത്തിൽ പേരുകൾ പറഞ്ഞ് ശീലിക്കേണ്ടത് പിതാക്കന്മാരിലേക്ക് ചേർത്തിട്ടാണ്. അറബികളുടെ രീതി എന്നാണ്. ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ കുടുംബ പരമ്പരകളെ ചേർത്ത് കെട്ടുക.
അത് ഉപ്പ ആരാൻ, വല്യപ്പ ആരാൻ, വല്യപ്പാൻ്റെ ഉപ്പ ആരാൻ, ഇതിങ്ങനെ അറിയുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് മഹാപുണ്യമുള്ള കാര്യം. അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർഷ്, അതാണ് അർഷിൽ തൂക്കിയിടപ്പെട്ടതാണ് എന്ത് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ആരെന്നെ ചേർത്തിയോ ആരെന്നെ ചാർത്തിയോ വസലനി വസലഹുല്ല, അള്ളാഹു അയാളോട് ബന്ധം ചാർത്തുമെന്നാണ്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാണെങ്കിൽ എൻ്റെ ഉപ്പയുടെ മകൻ്റെ സഹോദരൻ എന്നാണ്, ഇതെൻ്റെയൊക്കെ രക്തമാണ് അല്ലേ, ഇതെൻ്റെ എന്താണ് കൂടപ്പിറപ്പാണ് എന്ന് നമുക്ക് ബോധ്യമാകും. കുടുംബ ബന്ധം അത്രക്കും വിശാലതയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഒരു 2-3 തലമുറ വരെ അറിയാം, അതിനപ്പുറത്ത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നബിയുടെയൊക്കെ പരമ്പര ഉണ്ടെങ്കിൽ ഇവർ അറബികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഉപ്പമാരുടെ പരമ്പര മാത്രമായിരുന്നില്ല, ഒട്ടകത്തിൻ്റെ പരമ്പര വരെ അവരെന്ത് ചെയ്തിരുന്നു, അവർ മനപ്പാടാക്കിയത്. അങ്ങനെ ബന്ധങ്ങളെ നിലനിർത്താൻ ഇന്ന ആളടുത്ത് നിന്ന് വാങ്ങിയതാണെന്നുള്ള നിലയ്ക്ക് ഒട്ടകങ്ങളുടെ പരമ്പരകൾ വലിയ ഫഹറായിട്ട് അവർ പറഞ്ഞിരുന്നു. അവരുടെ നന്മകളെ റസൂല നിലനിർത്തി, തിന്മകളെ റസൂല ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ വിളിക്കേണ്ടത് അയാളുടെ ഉപ്പയിലേക്ക് ചേർത്തിട്ടാണ്, ഉപ്പമാരിലേക്ക് ചേർത്തിട്ടാണ്. അത് അയാൾ തിരിച്ചറിയാൻ ഏറ്റവും നല്ലത് അതാണ്. ഇതിൻ്റെ ഇതിൽ വിശദീകരണം പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി വായിച്ചിട്ട് പറയാം. ഹുവ അഖ്സത്തു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും അഖ്സത്ത്, നീതിയായിട്ടുള്ള ഒരു നിലപാട്. അഖ്സത്ത് എന്ന് പറഞ്ഞാൽ ഖിസ്ത് എന്ന് പറയും. ഖിസ്ത് എന്ന് പറഞ്ഞാൽ മുഖ്സിത്ത്, അള്ളാഹു മുഖ്സിത്ത് നീതിമാനാണ് അല്ലെ, ഖാസിത്ത് അല്ലെ, ഖാസിത്തൂന എന്നൊക്കെ ഉപയോഗിക്കും. അഖ്സത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീതി, അഅദൽ, ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അള്ളാൻ്റെ അരികിൽ നിങ്ങൾ അവർക്ക് ഉപ്പയുടെ പേര് വിളിക്കലാണ്. ആരാൻ്റെ പേരിലേക്കല്ല ഒരാളെ വിളിക്കേണ്ടത്, അയാൾ വിളിക്കേണ്ടത് സ്വന്തം ഉപ്പയിലേക്ക് ചേർത്തിട്ടാണ്. അള്ളാൻ്റെ അടുത്ത് നീതി എന്ന് പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അനീതിയാണ്. ഇനി ഫഇല്ലം തഅലമു, ഇനി ചിലപ്പോൾ വേറെ പ്രശ്നമുണ്ട്. ഫഇല്ലം തഅലമു ആബാഅഹും, ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഉപ്പമാരാരാന്ന് അറിയില്ലല്ലേ, ചില ആൾക്കാരില്ലേ, ചില മക്കളില്ലേ, ആരാണ് ഉപ്പ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, അറിയാൻ പറ്റൂല, ഓർമ്മ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഉമ്മമാർ പറഞ്ഞെടുത്തിട്ടുണ്ടാവില്ല, പല പ്രശ്നങ്ങളിൽ പല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഉപ്പമാരാരാന്നറിയാതെ ചിലപ്പോൾ വന്നു പെട്ടവരും വന്നു ചേർന്നവരും ഉപ്പാൻ്റെ പേര് പറയാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ആരാന്നറിയില്ലെങ്കിൽ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, ദീനിൽ അവർ നിങ്ങൾക്ക് ഇഖ്വാനുകളാണ്. അഖുൻ ജംആണ് ഇഖ്വാൻ, സഹോദരന്മാരാണ് അല്ലേ. അവർക്ക് വാപ്പല്ല കുടുംബമില്ല എന്നത് മാറ്റി നിർത്താനല്ല, ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സഹോദരന്മാരാണ്. അത്രക്കും നല്ലൊരു ഉഹുവത്ത് സ്നേഹബന്ധത്തെ സാഹോദര്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹ് നമ്മളെ ബോധ്യപ്പെടുത്താൻ. സഹോദരന്മാർ മാത്രമല്ല, ഇനിയൊക്കെയും വമവാലിക്കും, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം അല്ലെ, ബന്ധപ്പെട്ടവർ. ശരിക്കും മവാലി എന്ന് പറഞ്ഞാൽ മൗല എന്നറിയില്ലേ, മൗല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, അടിമ എന്ന് ഉപയോഗിക്കാറുണ്ട്. മൗല എന്ന് പറഞ്ഞാൽ ബന്ധു എന്നർത്ഥമുണ്ട്. മൗലാന, നമ്മുടെ ബന്ധു. ഇപ്പം നേരത്തെ സെയ്ദുബിന് ഹാരിസിൻ്റെ സംഭവം റസൂലുള്ളാഹി പറയാം, അൻത അഖൂന വ അൻത മൗലാന, നീ നമുക്ക് സഹോദരനാണ്. ദത്തുപുത്രൻ എന്ന് പറഞ്ഞില്ല, നീ എനിക്ക് സഹോദരനാണ്. ഒരു ബന്ധമാണ് അല്ലേ. ഏത് ബന്ധം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വന്ന ഒരു സ്നേഹബന്ധം, ആദർശബന്ധം. അതിനാണ് മുവാലാത്ത് എന്ന് പറയാം. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു കാര്യമാണ്. ഇസ്ലാമിൽ അള്ളാഹ് പറഞ്ഞെന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ബന്ധുവായിട്ട് അവനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഹായിട്ട് സ്വീകരിക്കുക. മുഹാജിറുകൾ എന്ത് ചെയ്തു, മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ ഇവർക്കൊന്നുമില്ല, വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് വന്നപ്പോൾ അൻസാരികൾ അവരെ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ എന്ത് ചെയ്തു, ഒരു മുആഖാത്ത് ഉണ്ടാക്കി. എന്താ മുആഖാത്ത്? സാഹോദര്യ ബന്ധം അല്ലേ. ഒരു സഹാബിക്ക് ഇന്ന സഹാബിനെ നിശ്ചയിച്ചു കൊടുത്തു, ഇത് നിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. ഒരു ഉമ്മയിപ്പിലുണ്ടായതല്ല, പക്ഷെ അതൊരു മുആഖാത്താണ്. ആ ബന്ധം എന്ത് ചെയ്യണം, നിങ്ങൾ നിലനിർത്തുക. ദീനിൻ്റെ പേരിലുള്ള ബന്ധം ആ മുആഖാത്ത് വല്ലാത്ത സംഭവമാണ്. അതേപോലെ തന്നെയാണ് മറ്റു ബന്ധവും. ഇപ്പോൾ ചില ആൾക്കാർ മുവാലാത്ത് മവാലി എന്ന് പറഞ്ഞ വാക്കിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. പണ്ട് അടിമകളുണ്ടായിരുന്നു. അടിമകളെ ഘട്ടം ഘട്ടമായി അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു, നിർത്തലാക്കി. ആദ്യകാലങ്ങളിൽ ഒരാൾ കാരണം, ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളെ മോചിപ്പിച്ചു, അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ആ അടിമക്ക് പിന്നെ വാപ്പാൻ്റെ പേരിലേക്കല്ല അറിയപ്പെടുക. മൗലയായിട്ട് ആരെ കണക്കാക്കും? ആരാണോ മോചിപ്പിച്ചത് അയാളുടെ മൗലയാണ് എന്നെന്ത് ചെയ്യും, പറയും. അത് ബന്ധു എന്നുള്ള അർത്ഥത്തിൽ, വേറെ രക്തബന്ധം ചേർത്ത് പറയാനുള്ളല്ലോ. ആകെ പറയാനുള്ളത് എന്താ, ഈ ഒരു സ്നേഹബന്ധമാണ്. ചിലപ്പോൾ ചില കുടുംബങ്ങൾ ആളുകളെ മോചിപ്പിക്കും. അങ്ങനെ ആ കുടുംബങ്ങളുടെ പേരിലായിരിക്കും പിന്നെ ഇയാൾ എന്ത് ചെയ്യുക, അറിയപ്പെടുക. അങ്ങനെ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ ചില ആൾക്കാർ പറയുമ്പോൾ ഒരു അടിമ പരമ്പരയിൽപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധം ലാസ്റ്റ് ചേർന്ന് മൗല എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നു, ഒരു കുടുംബത്തിലേക്കാണ് ചെന്നെത്തുന്നത്. പക്ഷേ ഒരിക്കലും അതെന്തല്ല, അടിമ കുടുംബമായതുകൊണ്ടല്ല. അബൂ ഹനീഫയുടെ കുടുംബം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ വ്യക്തിയിലേക്കാണ് എന്ത് ചെയ്തത്, ആ ബന്ധം ചേർത്ത് പറയപ്പെട്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ പിൽക്കാലത്ത് ഇന്ത്യയിലൊക്കെ കുറേ പ്രശ്നങ്ങളും ഉണ്ടായി. ഇന്ത്യയിൽ കുറേ പ്രശ്നം എന്ന് പറയാൻ കാരണം നമുക്കറിയാം, സയ്യിദുമാരും തങ്ങന്മാരും
തങ്ങൾ കുടുംബങ്ങളിൽ പലതും അല്ലേ നബി പരമ്പരയിലൂടെ കടന്നു വരുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഷെയ്ദ് കുടുംബം എന്ന് പറയാം. പക്ഷേ ഈ രൂപത്തിൽ ആ കുടുംബത്തിലേക്ക് ചേർത്ത് പറയുന്ന അഥവാ മുവാലാത്ത്, ഒന്നുകിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ ഇസ്ലാമിന് കാരണക്കാരായ അല്ലെങ്കിൽ എന്ത് ചെയ്തു അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി പിന്നീട് ആ ബന്ധം ചേർത്ത് പറഞ്ഞ ആൾക്കാരുണ്ടാവും തങ്ങന്മാരുടെ കുടുംബത്തിൽ. നേരെ നബിയുടെ രക്തബന്ധമല്ല, നേരെ ഈ ഒരു മുവാലാത്ത്, ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇവരറിയപ്പെടുന്നത് ആ കുടുംബത്തിൻ്റെ പേരിലാണ്. പിൽക്കാലത്ത് ആ ബന്ധത്തിൽ നിന്ന് വന്ന ആൾക്കാർ മുഴുവൻ പറയലെന്താ, ഞങ്ങൾ നബി കുടുംബമാണ്. അതിൻ്റെ പിന്നിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ചില ആളുകൾ തീരെ വിലയില്ലാത്തൊരു കുടുംബത്തിലാണ് ജനിച്ചെന്നുണ്ടെങ്കിൽ വില ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ പറയും ഞാൻ അതിൽ പെട്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ ഇല്ല സ്വന്തം ഉപ്പയുടെ പേര് മാറ്റി വേറൊരാളുടെ പേരിൽ അറിയപ്പെടാൻ ശ്രമിച്ചാൽ അവൻ അവിശ്വാസിയായിരിക്കുന്നു, ഫഖദ് കഫറ, അവൻ നരകത്തിന് അവകാശിയായിരിക്കുന്നു എന്നാണ്. അപ്പോൾ സത്യസന്ധത കീപ്പ് ചെയ്യണ കാര്യം പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സത്യസന്ധതയിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്തു, തെന്നി മാറുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ മുവാലാത്ത് എന്ന് പറയുന്നത് കുറേ വിശദീകരിച്ച് പറയേണ്ട കാര്യമാണെങ്കിലും തൽക്കാലം ഒന്ന് ചുരുക്കി പറഞ്ഞു. മുവാലാത്ത് അതാണ് മവാലിക്കും, അവർ നിങ്ങൾക്ക് ബന്ധുക്കളാണ്, അവർ നിങ്ങൾക്ക് ഇഖ്വാനുകളുമാണ്, സഹോദരന്മാരുമാണ്. ഇനി പറയാണ് വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തതും ബിഹി. ഇനി അറിയാതെ ചിലപ്പോൾ നമ്മൾ തെറ്റിയിട്ടൊക്കെ പലരെയും വിളിച്ചു പോയിട്ടുണ്ടാകും. അതാണ് വലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. ജുനാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മ, പാപം. നിങ്ങളുടെ മേൽ കുറ്റമില്ല. ഫീമ അഖ്തഉതും ബിഹി, നിങ്ങൾ അറിയാതെ വന്നു പോയ തെറ്റിന്. അഖ്ത എന്നാണ് എന്താ, ഖത, അറിഞ്ഞ് ചെയ്യണേന് ഖത എന്നറിയില്ല, അറിയാതെ ചെയ്യണേന് എന്താ പറയുള്ളൂ ഖത, കുറ്റം എന്നറിയില്ലേ. അള്ളാഹുമ്മ മറ്റേ നമ്മൾ ആയത്തുൽ കുർസി മറ്റേ ആമന റസൂൽ ലാസ്റ്റ് ഓതൂലേ, ആമന റസൂലിൻ്റെ അവസാനത്തെ ഭാഗം എന്താ, റബ്ബന അല്ലേ വലാ തുഹമ്മിൽനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ. അല്ല, അതിന് മുന്നേ വേറെ ആയത്തിൻ്റെ തൊട്ട് ഭാഗം ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബേ ഞങ്ങളെ നീ പിടികൂടല്ലേ, ഞങ്ങൾ മറന്നു ചെയ്തത്, അറിയാതെ ചെയ്തു പോയത്. അറിയാതെ ചെയ്യുന്ന തെറ്റാണ്. അള്ളാഹുമ്മ ഫസ്റ്റിൽ തന്നെ നിസ്കാരത്തിലാദ്യം അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, അറിയാതെ ചെയ്തു പോകുന്ന തിന്മകൾക്കാണ്. അപ്പോൾ റബ്ബ് പറയും, നിങ്ങൾ അറിയാതെ ചെയ്തു പോയ തിന്മകളുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യൂല, ശിക്ഷിക്കപ്പെടൂല. അത് നിങ്ങൾക്ക് എന്തല്ല, നിങ്ങളപ്പോൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് എന്ന് കരുതിയിട്ട് എന്തല്ല, അത് കുറ്റമല്ല. പക്ഷേ വലാക്കിൻ, പക്ഷേ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് ചെയ്ത തിന്മകൾ. മനഃപൂർവ്വം, തഅമ്മദ എന്ന് പറഞ്ഞാൽ അംദായിട്ട്, മറ്റത് ഖത ആയിട്ടും, മനസ്സറിഞ്ഞും മനസ്സറിയാം, അതാണ് മനസ്സറിഞ്ഞ് എന്നുള്ളതാണ് കൊലൂബുക്കുന്നല്ലേ, അറിഞ്ഞോണ്ട് ജാൻ പൂച്ചിക്ക എന്നറിയില്ല, നമ്മൾ അറിഞ്ഞ് ചെയ്ത് പോകുന്ന, മനസ്സറിഞ്ഞ് ചെയ്യുന്ന വാക്കുകൾ, തിന്മകൾ അള്ളാഹു എന്ത് ചെയ്യും, പിടികൂടും. വലാക്കി എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അർത്ഥം ബാക്കിയുണ്ട്, അള്ളാഹിമ പിടികൂടും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 2 ഓതിയിട്ടുള്ളൂ. പക്ഷേ 2 അത്യാവശ്യം ദൈർഘ്യവും വിശദീകരണവും ആവശ്യമുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ പരിമിതപ്പെടുത്താം, ബാക്കി ഭാഗങ്ങളെ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും പ്രത്യേകിച്ച് മദനീയയായ സൂറത്തുകളിലുണ്ടാകും. മറ്റേതൊക്കെ ഒരു ചെറിയ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. ഇവിടെ കുറേ മതവിധികളാണ്. അള്ളാഹു അതിനെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും തൗഫീഖ് നൽകട്ടെ. അല്ലേ, ഇനിയും അള്ളാഹുവിൻ്റെ കലാമിന് രാവും പകലും പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് എന്നും കുതിച്ചിറങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും ചെയ്ത തിന്മകൾ വിട്ടു പുറത്ത് മാപ്പാക്കി തരട്ടെ. ഗഫൂറായ ഗാഫിറു ദുനൂബായ അള്ളാഹു നമ്മുടെ തിന്മകൾ മുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ, അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, അവരുടെ തിന്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ, അവരുടെ തിന്മകൾ വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പേരിൽ നമ്മൾക്കിടയിൽ സ്നേഹവും ഇഷ്ടവും നിലനിർത്തി തരട്ടെ. പരസ്പര വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും അള്ളാഹു നമ്മുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയുമാറാവട്ടെ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന വിനീതരിൽ, നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.